പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചതിന് പിന്നാലെ ബുധനാഴ്ച അടിയന്തര സൈനിക സാഹചര്യം നേടുന്നതിനാവശ്യമായ മോക്ക് ഡ്രിൽ നടക്കും. രാജ്യത്തെ 259 സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. ഇതിൽ 244 ഇടത്ത് അതിജാഗ്രതാ മോക്ക് ഡ്രില്ലാണ് നടക്കുക. മോക്ക് ഡ്രില്ലിന് മുന്നോടിയായി ഉത്തർപ്രദേശ്, ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റിഹേഴ്സൽ നടന്നിരുന്നു. യുദ്ധം, പ്രകൃതി ദുരന്തം, ഭീകരാക്രമണം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സാധാരണക്കാരെ പ്രാപ്തരാക്കുന്ന പരിശീലനമാണ് മോക്ക് ഡ്രിൽ. അത്യാഹിത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുകയാണ് മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം. യുദ്ധ സാഹചര്യങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ ആവശ്യമായ പരിശീലനം, കൂട്ട ഒഴിപ്പിക്കൽ വേണ്ടി വന്നാൽ അതെങ്ങനെ, ബങ്കർ സുരക്ഷാ സംവിധാനം വിനിയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് സാധാരണ പരിശീലനം നൽകുക. വൈകിട്ട് 4-നാണ് മോക്ക് ഡ്രിൽ. 4 മണി മുതൽ 30 സെക്കൻഡ് അലേർട്ട് സൈറൺ 3 വട്ടം നീട്ടി ശബ്ദിക്കും. സൈറൺ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും 4:02-നും 4:29-നും ഇടയിലാണ് മോക്ക് ഡ്രിൽ നടത്തേണ്ടത്. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ അലേർട്ട് ചെയ്യുന്നത് പരിഗണിക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 4:28 മുതൽ സുരക്ഷിതമാണ് എന്ന സൈറൺ 30 സെക്കൻഡ് മുഴങ്ങും. ഈ ശബ്ദമാണ് സുരക്ഷിതമാണ് എന്ന് അറിയിക്കുന്ന ശബ്ദം. സൈറണുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാണ് പ്രവർത്തിപ്പിക്കുക. എയർ റെയ്ഡ് സൈറൺ മുഴങ്ങിയാലുടൻ ഷെൽട്ടറിൽ എത്തുന്നതിനുള്ള പരിശീലനമുണ്ടാകും. വ്യോമാക്രമണം ഉണ്ടായാൽ ജീവനാശം പരമാവധി കുറയ്ക്കാൻ ആവശ്യമായ നിർണായക പ്രതിരോധ നടപടികൾക്കാണ് പരിശീലനത്തിൽ ഊന്നൽ നൽകുന്നത്. ഡ്രില്ലിൻ്റെ ഭാഗമായി വൈകിട്ട് 4-ന് സൈറൺ മുഴങ്ങുമ്പോൾ വീട്ടിലെയും പരിസരത്തെയും ലൈറ്റ് ഓഫ് ആക്കണം. വീടുകളിൽ വെളിച്ചം അത്യാവശ്യമെങ്കിൽ കാർഡ്ബോർഡോ കട്ടനോ ഉപയോഗിച്ച് ജനാല മറയ്ക്കണം. ജനാലകളുടെ സമീപം മൊബൈലോ പ്രകാശമുണ്ടാക്കുന്ന ഉപകരണങ്ങളോ പാടില്ല. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കർ, റേഡിയോ എന്നിവ കരുതണം. ബ്ലാക്ക് ഔട്ട് വേളയിൽ വീട്ടിലെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം. വ്യോമാക്രമണ സാധ്യതയുണ്ടെങ്കിൽ ആദ്യം വിവരം ലഭിക്കുക വ്യോമസേനയ്ക്കാണ്. വ്യോമസേന വിവിധ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകും. ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഹോട്ട്ലൈൻ ബന്ധം, റേഡിയോ ആശയവിനിമയ ബന്ധം തുടങ്ങിയവയും മോക്ക് ഡ്രിൽ സമയത്ത് പരിശോധിക്കും. യുദ്ധ സാഹചര്യത്തിൽ വ്യോമാക്രമണത്തിന് സാധ്യതയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജാഗ്രത നൽകാൻ എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനം നടപ്പാക്കും. യുദ്ധകാലത്ത് സജ്ജമാക്കുന്ന ബങ്കറുകൾ രാജ്യത്ത് അപൂർവമായതിനാൽ വിവിധ സബ്വേകളും ബേസ്മെന്റുകളും താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റിയായിരിക്കും മോക്ക് ഡ്രിൽ. പോലീസ്, അഗ്നിരക്ഷാസേന, NDRF, ആശുപത്രികൾ എന്നിവയും സാധാരണ പൗരരും തമ്മിലുള്ള ഏകോപനം ഉറപ്പിക്കുകയാണ് മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്.